ആർക്ക് ഉത്തരവാദിത്വം ഉണ്ടോന്നാണ് ചോദിച്ചത്? എനിക്ക് തന്നെ. പിന്നെ എന്തൊരു വിഷയം എനിക്കറിയാൻ പാടില്ല. എടാ എന്റെ ഒരു കാസറോള് കാണുന്നില്ലടാ വീട്ടില്. ആ വീട്ടിൽ കാസർഗോഡ് കാണുന്നില്ലെങ്കിൽ ഇവിടുത്തെ അടുക്കള കിടന്ന് തപ്പണ എന്തിനു വെച്ചേ? എടാ വീട്ടിൽ മൊത്തം അരിച്ച് പറക്കി, നീ ഇവിടെ കൂടെ തപ്പണം. താനല്ലേ അടിച്ചു പറക്കിയത്, അത് അവിടെ തന്നെ കാണും, പോയി തപ്പ് പോ. 2 ആഴ്ച മുന്നേ ഞാനൊരു ചിക്കൻ പൊട്ടിച്ചിരിച്ചാൻ കൊണ്ട് വന്നായിരുന്നു. ചിക്കൻ പൊട്ടിത്തെറിച്ചത്. എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുപോയില്ല. കൊണ്ടുപോയില്ലെന്ന് പോലും അറിഞ്ഞൂടെ, എന്നിട്ടാണ് കിടക്കണം തപ്പണത്. കൊണ്ടുപോയില്ലേ? ബോധമില്ലാത്തതിനൊക്കെ കൊണ്ട് അല്ല ഇപ്പൊ മറിയണ്ട് കിച്ചണിൽ കയറിയപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഒന്നാമത്തെ നടുവയ്യ എന്നിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എന്താ ഇവിടെ ചർച്ച? നീലമ്മ എന്റെ ഒരു കാസറോള് കാണുന്നില്ല. കാസറോളോ? ഒരു ചുവന്ന അടുപ്പളാണോ? നീലമ്മ ഉണ്ടിരുന്ന? അതിവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് പടവലത്തെയാണെന്ന്. എന്റെ അമ്മേ ഇപ്പഴാ സമാധാനമായത്. നീലമ്മ അത് മമ്മിയുടെ ഏതോ ആന്റി കൊടുത്ത കാസറോളാ. അത് കൊടുക്കാത്തതിന് എനിക്ക് ഇവിടെ സമാധാനം തരുന്നില്ല. അതില്ലാതെ വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞേക്കുന്നത്. ആണോ? അത് കൈയൊടുങ്ങി അന്നേരം. ഇപ്പൊ ഇവിടെ ഇല്ലത്. അതോടെ പോയി. അത് അപ്പുറത്തെ വനജ അവരുടെ കെട്ടിയവന്റെ വീട്ടിൽ പോയേക്കണം. അപ്പൊ അവളുടെ അച്ഛനും അമ്മയും തനിച്ചാണല്ലോ വീട്ടില്. അപ്പൊ ഇന്നലെ രാത്രി ഫുഡ് ഇവിടെ നിന്നാണ് കൊണ്ടു കൊടുത്തത്. അപ്പൊ ഞാൻ അതിനകത്ത് വെച്ച് അങ്ങ് കൊണ്ടുപോയി കൊടുത്ത്. വേറെ ഒരു പാത്രം നീലമ്മയ്ക്ക് വേണ്ടില്ല അത് കൊടുക്കാൻ. ഞാൻ നോക്കിയപ്പോ അതാണ് ഇവിടെ ഫ്രണ്ടിക്കേണ്ടത്. അപ്പൊ അതിൽ തന്നെ കൊടുത്ത്. അതാകുമ്പോ ചൂട് പോവില്ലല്ലോ. നമുക്ക് എടുത്ത് കൊടുത്തിട്ട് വരും. അത് മോശമല്ലേ, ഈ കൊടുത്തോളെ ചെന്ന് മേടിക്കും. അവരെന്ത് വിചാരിക്കും? അത് ഞാൻ മേടിച്ചെന്നോളാം. ഉറപ്പാണോ? പിന്നെ അല്ലാണ്ട് ഒരു പാത്രത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പന്നേ. അത് കൊണ്ടു കൊടുത്തില്ലേ മമ്മ എന്നെ വീട്ടിൽ കയറ്റൂല. മമ്മി വീട്ടിൽ കയറ്റില്ലെന്നില്ലല്ലോ, തന്നെ കൊല്ലൊന്നും ഇല്ലല്ലോ. ചിലപ്പോ കൊല്ലും മമ്മയുടെ. അത് കുഴപ്പമില്ല, നന്നായി. അത് കൊച്ചാ മേടിച്ചു തരാം, പോവിടെ. ഞാൻ നീലമ്മ വിശ്വസിച്ച് പോവാ. പൊന്നു, ഒരു പാത്രത്തിനാണ് ഇത്രയും. എന്ത് നിക്കണ ഇവിടെ? അടുക്കള ശബ്ദം കേട്ടപ്പോ ഞാൻ വന്നെയാണ്. എന്ത് ശബ്ദം ഉണ്ടായിരുന്നു? ദിയേച്ചി കണ്ട കടച്ചാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തട്ട് കേരേന്റെ ഇവിടെ കാണുന്നുണ്ട് അടുക്കളയിൽ. ആ കൊച്ചിട്ട് പറ, മേലെ അടുക്കളയിൽ കയറ്റിട്ടുണ്ട്. ഇതൊന്നും ഒന്നാമത്തേത് എല്ലാം ഇളകിയിരിക്കണേണ്. എല്ലാം കൂടി ഒന്ന് തൊട്ടാ മതി, താഴെ വീഴും. ആ കാര്യം ഞാൻ ആയിട്ട് ബാ നോക്കി പറഞ്ഞിട്ട് വരാം. പരിചയ തമ്പര് ഹലോ, അതെ ബാലചന്ദ്രൻ തമ്പിയാണ്. ഞാൻ സൈറ്റിൽ പോയിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരണ വഴിയില്ല, അപ്പോഴേ വിളിച്ചത്. ആരാണ് ചോദിച്ചത്? പരിചയത്തെ നമ്പർ ഇട്ടിട്ടില്ല. ആരാണ് ചോദിച്ചത്? അപ്പോൾ പറയണ്ടേ, പേര് പറയണ്ടേ? ഊഹിച്ചെടുത്ത് പറഞ്ഞു. അതങ്ങനെ ഊഹിക്കണേ? അല്ല, എനിക്ക് ഇവിടെ ശബ്ദം അങ്ങനെ ക്ലിയർ ആവില്ല. എന്നാ പരിചയം ഉണ്ട് താനും. അതാണ് ഞാൻ പറയട്ടെ. നെയ്യാറ്റിക്കര ശാന്തി ചേച്ചിയുടെ മോള് സൗമ്യല്ലേ? സൗമ്യ കളിക്കല്ലേ അല്ലേ? പിന്നെ ആരത്? പടവലത്തെ നീനുവിൻ്റെ വീടിൻ്റെ അടുത്ത് ആ തയ്യക്കാരി ചേച്ചിയുടെ മോളല്ലേ സുമം? സുമം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എന്നെ സംസാരിച്ചില്ലേ? ഇത് എനിക്ക് പിന്നെ ഞാൻ മറക്കും അല്ലേ? പിന്നെ പിടി കിട്ടി. ഹലോ, ശേഖരങ്ങളുടെ മോളല്ലേ? സ്റ്റെല്ല? പിന്നെ സ്റ്റെല്ല പറ, ഒറ്റയ്ക്കല്ല വിളിച്ചത് അല്ലേ? ഹലോ, പിന്നെ ആര്? ഹലോ, വീട് ഹലോ. ചുമ്മാ വിളിച്ച് കളിപ്പിക്കാനാണ് പരിചയമുള്ള. അല്ല, റോഡിൽ നിന്ന് വന്നോണ്ടിരുന്നപ്പോഴാണ് ഫോൺ വന്നത്. അപ്പൊ പിന്നെ നട റോഡിൽ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എന്റെ പഴയൊരു കാമുകി. എന്ത് കാമുകി? എന്ത് പാടില്ല എനിക്ക്? വിളിച്ചത് എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ആയി. മൂത്ത മോൻ എൻ്റെ പേരെ ഇട്ടേക്കുന്നത്. അപ്പം അവൻ എന്തോ ഒരു കുസൃതിത്തരം ഇപ്പം കാണിച്ച്. അപ്പോഴാണ് എന്നെ ഓർമ്മ വന്നത്. അപ്പം എന്നെ വിളിച്ച്. കൊച്ചുമോനായിരിക്കും അല്ലേ? നീ പോണം, പടി കണ്ടുപോ. ഞാൻ പൊക്കോളാം, ഞാൻ പോലല്ല ബാക്കി സല്ലപിക്കാൻ പറ്റൂ. ശല്യ രാവിലെ സൈറ്റിൽ കിടന്ന് വെയിലത്ത് അറിഞ്ഞാ മുറിഞ്ഞാൽ പണിയെടുത്ത് തല വെട്ടിപ്പോളാണ് പറഞ്ഞത്. നീ പോകോട്ട്. ഞാൻ എന്തായാലും
പറഞ്ഞ എന്റെ ബാലിഷ നമ്മളൊക്കെ ഒരു തൂവൽ പക്ഷിയല്ലേ, എനിക്ക് ആ വൈഫ് മനസ്സിലാവും. പക്ഷി പോ ചെല്ല്. എന്നാലും ഒരു കാര്യം, അതിനെ ഞാൻ കളിക്കണം. എന്നാലും കാര്യം വീഡിയോ കോൾ വിളിച്ചു അപ്പൊ കാണാമായിരുന്നു.